ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 എയർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്ന പാഠത്തിൻ്റെ ബാക്കി ഭാഗം നോക്കാം. പേജ് നമ്പർ 15. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഫോം ഇൻ റിവർ വാലീസ്? വൈ ഇൻ റിവർ വാലീസ്? എന്തുകൊണ്ടാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത്? എന്താണ് നോക്കാം. ഫെർട്ടൈൽ സോയിൽ, ഫലഭൂയിഷ്ഠമായ മണ്ണ്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ലഭ്യത. ഫേവറബിൾ ക്ലൈമറ്റ്, അനുകൂലമായ കാലാവസ്ഥ. ഇതൊക്കെ നദീതടങ്ങളിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ നദീതടങ്ങളിൽ രൂപപ്പെടാൻ കാരണം. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഒബ്സർവ് മാപ്പ് 1.1 ആൻഡ് ഫൈൻഡ് ദി ലൊക്കേഷൻ ഓഫ് മെസപ്പൊട്ടോമിയ. ഭൂപടം നിരീക്ഷിച്ചിട്ട് മെസപ്പൊട്ടോമിയയുടെ സ്ഥാനം കണ്ടെത്തുക. ബിറ്റ്വീൻ വിച്ച് റിവേഴ്സ് ഇൻ മെസപ്പൊട്ടോമിയ ലൊക്കേറ്റഡ്? ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെ നദികൾക്കിടയിലാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഈ രണ്ട് നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നത്. ദി വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദി ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. ദിസ് റീജിയൻ ലൈസ് ബിറ്റ്വീൻ ദി യൂഫ്രട്ടീസ് ആൻഡ് ദി ടൈഗ്രീസ് റിവേഴ്സ്. ദിസ് റീജിയൻ ഈസ് പ്രസന്റ്ലി എ പാർട്ട് ഓഫ് ഇറാഖ്. Mesopotamian civilization consisted of 4 different civilizations which were Sumerian, Babylonian, Assyrian and Chaldean. മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അർബൻ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. നഗരജീവിതവും എഴുത്തുവിദ്യയും. ദി സുമേറിയൻസ് were the first people who contributed to the development of urban life in Mesopotamia. The major cities of Mesopotamian civilization were Ur, Uruk, Lagash and so on. മെസപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യത്തെ ജനത സുമേറിയക്കാരായിരുന്നു. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉർ, ഉറുഖ്, ലഗാഷ് മുതലായവ. ദി റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ദി മെസപ്പൊട്ടോമിയൻസ് വാസ് നോൺ ആസ് ക്യൂണിഫോം. മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം ക്യൂണിഫോം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദി സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദി സുമേറിയൻസ്. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ഇറ്റ് വാസ് എ വെഡ്ജ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഇതൊരു ചിത്രരൂപത്തിലുള്ള ലിപിയാണ്. ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. ദേ യൂസ്ഡ് എ പോയിന്റഡ് റീഡ് സ്റ്റൈലസ് ടു റൈറ്റ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് പേജ്. കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി മെസപ്പൊട്ടോമിയൻസ്. മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, ശാസ്ത്രവും ഗണിതവും. ലൂണാർ കലണ്ടർ, ചാന്ദ്ര പഞ്ചാംഗം. കാൽക്കുലേറ്റഡ് ദി സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ്, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹവും കണക്കാക്കി. ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഹരണവും ഗുണനവും. ലോ, നിയമം നോക്കാം. ലോസ് വെയർ കോഡിഫൈഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് സുമേറിയൻ റൂളർ ഡുൻഗി. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. ദി കോഡ് ഓഫ് ഹമ്മുറബി ഈസ് ദി റിവൈസ്ഡ് ഫോം ഓഫ് ദീസ് ലോസ്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമ്മുറബിയുടെ നിയമസംഹിത. കോഡ് ഓഫ് ഹമ്മുറബി, ഹമ്മുറബിയുടെ നിയമസംഹിത. ദിസ് ഈസ് എ കോഡ് ഓഫ് ലോസ് ദാറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് ദി ബാബിലോണിയൻ റൂളർ ഹമ്മുറബി 1790-1750 BCE. It is considered to be the oldest written code of law in the world. The method of punishment of an eye for an eye, a tooth for a tooth comes from this code. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറബിയുടെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം BCE 1792-നും 1750-നും ഇടയ്ക്കാണ്. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണിത്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായിട്ടാണ് ഇതറിയപ്പെടുന്നത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമ സംഹിതയിൽ നിന്ന് ഉള്ളതാണ്. സിഗുറാറ്റ്സ്. എന്താണ് സിഗുറാറ്റ്സ്? പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓഫ് ദി മെസപ്പൊട്ടോമിയൻസ് വെയർ നോൺ ആസ് സിഗുറാറ്റ്സ്. These places of worship were mainly built in cities
They were made of bricks. The ziggurat in the city of Ur is still preserved. മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സിഗുറാത്തുകൾ എന്ന്. പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരുന്നത്. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. പ്രിപ്പയർ എ നോട്ട് ഓൺ ദി കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി മെസപ്പൊട്ടോമിയൻസ്. അതായത് മെസപ്പൊട്ടോമിയക്കാരുടെ സാംസ്കാരിക സംഭാവനകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സംസ്കാരം. ലുക്ക് അറ്റ് മാപ്പ്, ഫൈൻഡ് ദി റീജിയൻ വെയർ ദി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ്. ഭൂപടം നിരീക്ഷിച്ചിട്ട് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. You have seen that the Egyptian civilization flourished in the Nile Valley. The main city of the Egyptian civilization was Cairo. The Egyptian kings were known as pharaohs. The main feature of the Egyptian civilization is the pyramids. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നതെന്ന് കണ്ടു അല്ലേ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം കെയ്റോ ആയിരുന്നു. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. അഗ്രികൾച്ചർ വാസ് ദി മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദി പീപ്പിൾ. വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ ആൻഡ് സോ ഓൺ ഗ്രൂ അബണ്ടൻ്റ്ലി ഇൻ ദി നൈൽ റിവർ ബേസിൻ. ദിസ് അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ഫെസിലിറ്റേറ്റഡ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ സിവിലൈസേഷൻ ഇൻ ദി നൈൽ വാലി. ഹെൻസ് ഈജിപ്റ്റ് ഈസ് കോൾഡ് ദി ഗിഫ്റ്റ് ഓഫ് ദി നൈൽ. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം എന്ന് പറയുന്നത്. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായിട്ട് വളർന്നിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു സാംസ്കാരിക നഗരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതിനാൽ ഈജിപ്തിനെ നൈലിൻ്റെ ദാനം അഥവാ ഗിഫ്റ്റ് ഓഫ് ദി നൈൽ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് പിരമിഡ്സ്. പിരമിഡുകൾ എന്താണെന്ന് നോക്കാം. The pyramids, which are the tombs of the pharaohs, are the main feature of Egyptian civilization. The biggest and the most famous is the Great Pyramid of Giza. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. നെക്സ്റ്റ് മമ്മീസ്. എന്താണ് മമ്മികൾ? The Egyptians had a system of preserving the dead body by embalming it with perfumes. A body preserved in this way is known as a mummy. Among these, the most famous is the mummy of Pharaoh Tutankhamun. Such mummies were kept inside the pyramids. അതായത് മമ്മികൾ എന്ന് പറഞ്ഞാൽ മൃതദേഹമൊക്കെ സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങളാണ് മമ്മി എന്നറിയപ്പെടുന്നത്. ഫറവോ ആയിരുന്ന തൂത്തൻഖാമൻ്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചു വച്ചിരുന്നത്, അതായത് ഡെഡ് ബോഡി. അടുത്തത് ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യ. ഈജിപ്ഷ്യൻസിൻ്റെ എഴുത്തുവിദ്യ നോക്കാം. റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ഈജിപ്റ്റ് ജസ്റ്റ് ആസ് ഇൻ മെസൊപ്പൊട്ടോമിയ. Let us see what are the features of Egyptian writing. മെസപ്പൊട്ടോമിയയുടേതുപോലെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈറോഗ്ലിഫിക്സ് വാസ് ദി സ്ക്രിപ്റ്റ് ഓഫ് ദി ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻസ്. പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. അതായത് ആ ലിപിയുടെ പേര് ഹൈറോഗ്ലിഫിക് എന്നാണ്. ദി വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ദി സ്ക്രിപ്റ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റേഴ്സ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർന്ന ഒരു ലിപിയാണിത്. ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. വലതുവശത്തു നിന്നും ഇടത്തോട്ടാണിത് വായിച്ചിരുന്നത്. നെക്സ്റ്റ് പേജ് അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ്, ശാസ്ത്രത്തിലെ നേട്ടങ്ങൾ. Mathematics and medical science achieved significant advancement in Egypt. The Egyptians laid the foundation of geometry in mathematics. Addition and subtraction were their contributions.
Their solar calendar consisted of 12 months of 30 days each and added 5 days to complete a year of 365 days. ഗണിതവും വൈദ്യശാസ്ത്രവുമൊക്കെ ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജാമതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ അഥവാ സോളാർ കലണ്ടറിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. How many months are there in the calendar we use now? Does each month have 30 days? Look at the calendar at your home and find out how many days are there in each month and write it down. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിൽ എത്ര മാസങ്ങളാണുള്ളത്? ഓരോ മാസത്തിലും 30 ദിവസങ്ങളാണോ ഉള്ളത്? നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ നിരീക്ഷിച്ച് ഓരോ മാസത്തിലും എത്ര ദിവസങ്ങൾ വീതമാണുള്ളതെന്ന് കണ്ടെത്തി എഴുതുക. നെക്സ്റ്റ്, ചൈനീസ് സിവിലൈസേഷൻ. ചൈനീസ് സംസ്കാരങ്ങൾ. Chinese civilization originated along the banks of river Yangtze. Agriculture was the foundation of these civilizations as well. They were also experts in weaving, pottery and silk production. They made excellent bronze sculptures. അതായത് ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെയും അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. റൈറ്റിംഗ് സിസ്റ്റം, എഴുത്തു സമ്പ്രദായം. ദി ചൈനീസ് ഹാഡ് എ റൈറ്റിംഗ് സിസ്റ്റം സിൻസ് ഏൻഷ്യൻ്റ് ടൈംസ്. ദി പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ദാറ്റ് യൂസ്ഡ് പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് വാസ് കോമൺ. Gradually they developed symbols to use in place of pictures. That script still exists in China with modifications. ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽക്ക് തന്നെ എഴുത്ത് സമ്പ്രദായം ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. കുറേ മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നുണ്ട്. Find out the features of the writing system that existed in Mesopotamia, Egypt and China and complete the table. മെസപ്പൊട്ടോമിയ, ഈജിപ്ത്, ചൈന എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്ത് രീതിയുടെ പ്രത്യേകതകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിവിലൈസേഷൻ മെസപ്പൊട്ടോമിയ, ഈജിപ്ത്, ചൈന കൊടുത്തിട്ടുണ്ട്. മെസപ്പൊട്ടോമിയയുടെ സ്ക്രിപ്റ്റിൻ്റെ പേരെന്തായിരുന്നു? ക്യൂണിഫോം എന്നാണ് അല്ലേ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? വെഡ്ജ് ഷേപ്പ്ഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആയിരുന്നു. വെഡ്ജ് ഷേപ്പിലുള്ള ഒരു ചിത്രലിപിയായിരുന്നു. ഈജിപ്തിൻ്റെ സ്ക്രിപ്റ്റ് ഏതായിരുന്നു? ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക് ലിപിയുടെ ഫീച്ചേഴ്സ് എന്താണ്? ദി സ്ക്രിപ്റ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റേഴ്സ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർന്ന ഒരു ലിപിയാണിത്. ചൈനയുടെ സ്ക്രിപ്റ്റിൻ്റെ പേരെന്താ? പിക്ടോഗ്രഫി അല്ലേ. പിക്ടോഗ്രഫി എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്, അതായത് ചിത്രലിപി. ഫീച്ചേഴ്സ് എന്താണ്? ദി സ്ക്രിപ്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ്സ് വിത്ത് മോഡിഫിക്കേഷൻസ്. കുറച്ചേറെ മാറ്റങ്ങളോടെ ഇന്നും ഈ പിക്ടോഗ്രാഫി ലിപി നിലനിൽക്കുന്നുണ്ട് ചൈനയിൽ. നെക്സ്റ്റ്, ഹാരപ്പൻ സിവിലൈസേഷൻ. The Harappan civilization was a civilization that existed in the Indus Valley during the Bronze Age. It is generally considered to have existed from about 2600 BCE to 19000 BCE. Harappa was the first city to be discovered. That is why this civilization is called the Harappan civilization. Since it emerged in the Indus Valley, it is also known as the Indus Valley civilization. This civilization developed around urban centers. Therefore, this civilization is termed as the first urbanization in India. വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതീരത്തായതിനാൽ സിന്ധു നദീതട സംസ്കാരം അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും അറിയപ്പെടുന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ
സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. സർ ജോൺ മാർഷൽ. ആരാണ് സർ ജോൺ മാർഷൽ എന്ന് നോക്കാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈസ് ആൻ ഓർഗനൈസേഷൻ ഫോംഡ് ടു ക്യാരി ഔട്ട് എക്സ്കവേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ് ഇൻ ഇന്ത്യ. Sir John Marshall was the Director General of Archaeological Survey of India from 1902 to 1928. It was the research conducted under his leadership that led to the discovery of Harappan civilization. ഇന്ത്യയിലെ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. ലുക്ക് അറ്റ് മാപ്പ് 1.2 ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദി മേജർ സിറ്റീസ് ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഭൂപടം നിരീക്ഷിച്ചിട്ട് ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മോഹൻജദാരോ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഏതാണ്? ഹാരപ്പ, കലിബംഗൻ, ലോത്താൽ. ടൗൺ പ്ലാനിംഗ്, നഗരാസൂത്രണം. The main feature of the Harappan civilization was town planning. They built houses on both sides of the streets. They used burned bricks for the purpose of construction. The drainage system was another important feature of the Harappan civilization. The cities and drains were planned in such a way that the wastewater from the houses was drained out of the city through the drains in the streets. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം എന്ന് പറയുന്നത്. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയൊക്കെ നിർമ്മാണം. ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജദാരോ, മോഹൻജദാരോയിലെ വലിയ കുളം. മോഹൻജദാരോ വാസ് ദി മേജർ സിറ്റി ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ദി ഗ്രേറ്റ് ബാത്ത് ഈസ് ദി മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് സ്ട്രക്ചർ ഓഫ് ദിസ് സിറ്റി. ദർ വെർ ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെപ്സ് ഓൺ ബോത്ത് സൈഡ് ടു എൻ്റർ ദിസ് ടാങ്ക് ആൻഡ് ഇറ്റ് ഹാഡ് ബാത്റൂംസ്. ദർ വാസ് ഓൾസോ അറേഞ്ച്മെൻറ്റ് ഫോർ ഫില്ലിംഗ് ഫ്രഷ് വാട്ടർ ആൻഡ് ഡ്രെയിനിങ് ഔട്ട് വേസ്റ്റ് വാട്ടർ. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജദാരോ. വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനവും ഇവിടെ നിലനിന്നിരുന്നു. അടുത്തത് ഗ്രാനറി അഥവാ ധാന്യപ്പുര. Agriculture was the main livelihood of the Harappan people. Evidences of rice cultivation have been found from sites like Rangpur and Lothar in Gujarat. The granary is the most significant historical remain found in Harappa. It was used to store and preserve grains. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവനമാർഗ്ഗം കൃഷിയായിരുന്നു. ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പാണ് ഈ ധാന്യപ്പുര. ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ്, ഹാൻഡിക്രാഫ്റ്റ്സ്. ദി ഹാരപ്പൻസ് വെയർ സ്കിൽഡ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്സ്. ഒബ്സർവ് ദി പിക്ചേഴ്സ് ഗീവൺ ബിലോ. ഹാരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ടോയ്സ് കളിപ്പാട്ടം, സീൽസ് മുദ്രകൾ, ജുവലറി ആഭരണങ്ങൾ, ക്ലേ പോട്ട് മൺപാത്രം, ബ്രോൺസ് സ്റ്റാച്യുറ്റ് ഓഫ് എ ഡാൻസിംഗ് ഗേൾ നർത്തകിയുടെ വെങ്കല പ്രതിമ. What details about the handicrafts of the Harappans can be obtained from these pictures? Find out and complete the concept map. അതായത് ഈ ചിത്രങ്ങളിൽ നിന്ന് ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ആശയപടം പൂർത്തിയാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാൻഡിക്രാഫ്റ്റ്സ് ഓഫ് ദി ഹാരപ്പൻസ്. ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യ. രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് യൂസ്ഡ് ടു മേക്ക് സീൽസ്, അതായത് മുദ്രകൾ നിർമ്മിച്ചിരുന്നു. യൂസ്ഡ് ടു മേക്ക് ടോയ്സ്, കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു. വേറെ എന്തൊക്കെ നമുക്ക് എഴുതാം? യൂസ്ഡ് ടു മേക്ക് ക്ലേ പോട്ട്സ് എഴുതാം അല്ലേ? ക്ലേ പോട്ട്സ് നിർമ്മിച്ചിരുന്നു. പിന്നെ എന്താ എഴുതാം? യൂസ്ഡ് ടു മേക്ക് ബ്രോൺസ് സ്കൾപ്ചർ, അതായത് വെങ്കല പ്രതിമകൾ നിർമ്മിച്ചിരുന്നു. യൂസ്ഡ് ടു മേക്ക് ജുവലറി, ആഭരണങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു. നെക്ലേസസ്, ബ്രേസ്ലെറ്റ്സ് ആൻഡ് ഇയറിംഗ്സ് മെയ്ഡ് ഓഫ് ഗോൾഡ്, സിൽവർ, beads and shells were widely used. They made seals from clay and stones. The toys, clay pots and bronze statues found in Harappan cities all show the artistic skills of the Harappan people.
സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും അതായത് ചെവിയിലിടുന്ന ആഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകളൊക്കെ നിർമ്മിച്ചിരുന്നു. ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം ഹാരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നവയാണ്. ആർട്ട് ഓഫ് റൈറ്റിംഗ്, ഹാരപ്പൻ ജനതയുടെ എഴുത്തുവിദ്യയെക്കുറിച്ചാണ്. ഹാരപ്പൻ പീപ്പിൾ ഹാഡ് ദയർ ഓൺ റൈറ്റിംഗ് സിസ്റ്റം. ദേ യൂസ്ഡ് സിംബൽസ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് ടു റൈറ്റ്. ദയർ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ സീൽസ്. ഹാരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്തുരീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത്. നെക്സ്റ്റ്, ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച. ഹാരപ്പൻ cities faced decline around 19,000 BCE. There are different opinions about the decline of Harappan civilization. Let us examine some of them. ഏകദേശം BCE 1900 കൂടി ഹാരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവയിൽ ചിലത് നമുക്ക് നോക്കാം. ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ചേഞ്ച്, അതായത് കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റങ്ങൾ. എക്സസീവ് യൂസ് ഓഫ് ലാൻഡ്, ഭൂമിയുടെ അമിതമായ ഉപയോഗം. ഫ്രീക്വൻറ്റ് ഫ്ലഡ്സ്, അതായത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം അഥവാ പ്രളയം. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, കാടുകളൊക്കെ വെട്ടിത്തെളിച്ചിരുന്നു. Recording human history of ancient period is a very difficult and laborious task. Since no written evidence is available, we only on archaeological evidence to learn about humans and their lives in prehistoric times. Historians have recorded the history of humans since the beginning by analyzing such archaeological evidences, while fossil remains provide evidences of humans that evolved millions of years ago. Stone weapons, tools and cave paintings tell us about people in the Stone Age. പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് വളരെ ദുഷ്കരവും ശ്രമകരവുമായ ഒരു പ്രവൃത്തിയാണ്. എഴുതപ്പെട്ട തെളിവുകളൊന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടങ്ങളിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് ആശ്രയം. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാരന്മാർ മനുഷ്യരുടെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഫോസിലവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗകാലത്തെ മനുഷ്യരെക്കുറിച്ച് നമ്മോട് പറയുന്നു. The beginning of agriculture and the development of settled life during the Neolithic period were milestones in human history. The civilizations that emerged in different parts of the world during the Bronze Age reveal the history of the achievements of humans during that period. It is the knowledge and practices formed in ancient civilizations that laid the foundation for our culture. We can use such reminders of the past as stepping stones for the future. നവീന ശിലായുഗ കാലത്തെ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. വെങ്കലയുഗത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ അക്കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. പ്രാചീന സംസ്കാരങ്ങളിൽ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാക്കാം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1ാമത്തെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.